തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കുടുംബത്തിനൊരു സംശയമുണ്ട്, ആരോപണമുണ്ട്. ഭർത്താവ് ഷാരോൺ അർച്ചനയെ കൊന്നു എന്നാണ് അർച്ചനയുടെ പിതാവ് ആരോപിച്ചിരിക്കുന്നത്. അർച്ചനയെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു അത്രേ ഷാരോൺ. മകളുടെ മരണത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കുണ്ടെന്നും അർച്ചനയുടെ അച്ഛൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. വരന്തരപ്പള്ളി സ്വദേശിനി അർച്ചനയാണ് ഭർത്താവിന്റെ വീടിന് സമീപം പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജെയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വീണ്ടും ഒരു പെൺകുട്ടിയുടെ മരണം, അതും ഒരു വധുവിൻ്റെ മരണം നമ്മളെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടാക്കുന്ന ഒന്നാണ്. അതിൽ ഗർഭിണിയായിരുന്നു ഈ അർച്ചന. ആ ഗർഭിണിയായിരുന്ന അർച്ചനയെ ആ സമയത്തും ഭർത്താവ് മർദ്ദിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബത്തിന് സംശയങ്ങളുണ്ടോ ജെയ്സൺ? തൃശ്ശൂരിലെ മാട്ടുമലയിൽ കഴിഞ്ഞ ദിവസമാണ് അർച്ചന എന്ന പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും ക്രൂരമർദ്ദനം മൂലമാണ് മരണമെന്നാണ് അർച്ചനയുടെ പിതാവ് ഹരിദാസ് ആരോപിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹരിദാസ് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവങ്ങൾ? അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എന്നെ 4 മണിക്ക് വിവരം അറിയിക്കും മെമ്പർ വിരിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ സംഭവം എന്നിട്ടാണ്. പക്ഷേ ഇവർ പോയിട്ട് 7 മാസമായി ഇവിടുന്ന് വീട്ടിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ ചെന്നൈയിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അതെടുത്ത് വരാതെ പിന്നെ ഇത് 3 നാളും പോയിട്ട് അവിടെ തന്നെ അവിടെ അമ്മയും മുത്തായുള്ള മോളും കൊണ്ട് പോന്നു. അതിന് 7 മാസം വിഷു കഴിഞ്ഞിട്ട് പോയതാണ്. ഒരു പ്രണയമായിരുന്നു. അവരിവിടെ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് പഴയ വീട്ടിൽ താമസിച്ചായിരുന്നാണ് അവർ. അന്ന് കൊല്ലങ്ങൾക്ക് മുന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് അന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പഠിക്കാനൊക്കെ വിട്ടതൊക്കെ ഞാൻ. ഇയാള് ഒരു കഞ്ചാവ് കേസിലൊക്കെ ഇതുണ്ടെന്ന് ഇവര് പിന്നെ അതറിയാം. അച്ഛൻ്റെയും ഭാര്യയുടെ അച്ഛൻ്റെയും ഒക്കെ വീഡിയോ മേടിച്ച് ഇവർ കഞ്ചാവ് വലിക്കുന്ന അന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ വീട്ടിൽ പ്രശ്നങ്ങളുള്ള കാര്യം അവൾ പറഞ്ഞിരുന്നു? പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവൾ പറയാൻ സമ്മതിക്കില്ല, അവൾ ഫോൺ കൊടുക്കില്ല, അവൾ ഒറ്റയ്ക്ക് വിടില്ല. ഒരു എവിടേക്ക് പോകണമെങ്കിൽ അവൻ തന്നെ ഉണ്ടാവും. എന്നിട്ട് അങ്ങനെയാണ് അവൻ ചെയ്യാറ്. ഗർഭിണിയായ വിവരം പറഞ്ഞിരുന്നു? ഗർഭിണിയായ വിവരം വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവസാനമായിട്ട് എന്ന് ബന്ധപ്പെട്ട ഒരു ഗർഭിണിയാന്ന് വിളിച്ച പിന്നെ വിളിക്കാറില്ല, വരാറില്ല. പിന്നെ ഇവരെ വീട്ടുകാരെ സ്ഥിതി എന്താ? ഷാരോൺ വീട്ടുകാർ അവർ ഇത് ഭയങ്കര ഇതാണ്. അവർ എന്ന് പറഞ്ഞാൽ ഭാര്യ അമ്മയൊക്കെ ഭയങ്കര വീട്ടുകാരെ മുഴുവൻ ഈ കുട്ടീനെ ഉപദ്രവിക്കുക. അമ്മയും ഞങ്ങൾ വിളിച്ച ഫോൺ മോളുടെ അമ്മ വിളിച്ചിട്ട് വരെ ഫോൺ ഞാൻ വിളിക്കാറില്ല, അമ്മ വിളിക്കാറ്. വിളിച്ചാലും ഫോൺ ആരാ നിങ്ങൾക്ക് ചോദിച്ചു അങ്ങനെ ഇതാക്കാറില്ല. അതായത് ഒരു രീതിയിലുള്ള ഇത് തുടർന്ന് പിന്നീട് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഉണ്ടായിട്ടില്ല. അവർ ബന്ധപ്പെടാൻ സമ്മതിച്ചിരുന്നില്ല. ബന്ധപ്പെടാൻ അവൻ നമ്മളെ ഇതാക്കാൻ സമ്മതിക്കാറില്ല. പോലീസിൽ പരാതി? പോലീസ് ഞാൻ ഒരു കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ റോട്ടിലിട്ടില്ല കുട്ടി മോളെ. എന്നിട്ട് ഞാൻ പോയി പരാതി കൊടുത്തു. വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വയലുണ്ടായി എന്തെങ്കിലും ഉണ്ടായാൽ ഇതാവുന്ന ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർച്ചനയുടെ ഭർത്താവ് ഷാരോണിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾക്കെതിരെയും നടപടി വേണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ. അർച്ചനയെ ക്രൂരമായി ഭർത്താവ് മർദ്ദിക്കുമായിരുന്നു എന്നാണ് അർച്ചനയുടെ രക്ഷിതാവ് പറയുന്നത്, അച്ഛൻ പറയുന്നത്. എത്ര സങ്കടമാണല്ലേ. ആ മകളെ എത്രത്തോളം മോഹങ്ങളോടെയും സ്നേഹത്തോടെയും താലൂലിച്ചായിരിക്കും അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടുവരിക. ഇതിൽ കല്യാണം കഴിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് കെട്ടിച്ചങ്ങ് അയച്ചേക്കുക എന്നാണ് പറയുക. അങ്ങനൊരു പദപ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ എത്ര ക്രൂരമാണ്. കെട്ടിച്ചയക്കാനല്ലല്ലോ, കെട്ടിച്ച് വിടുക, കെട്ടിച്ചയക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണിത്. ഇപ്പോൾ പുതിയ തലമുറയൊക്കെ മാറി വരുന്നുണ്ട് അല്ലേ? പക്ഷേ എങ്കിലും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് നമുക്കും ഒരു സങ്കടം. എത്ര പേർ, ഉത്ര, വിസ്മയ, ചിത്ര, ഇതാ ഇപ്പോൾ